ഒഴിച്ചിടുക. നമ്മൾക്ക് സ്പൈനിൻ്റെ ഒരു റിലാക്സേഷൻ, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾക്കുണ്ടായ സ്ട്രെയിനൊക്കെ ശ്വാസം വായിലൂടെ വിടുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയർ എനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ്. രാജ്യാന്തര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രേക്ഷകരുമൊത്ത് യോഗ ചെയ്ത് സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന JSK ജൂൺ 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയും ചേർന്ന് യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം JSK സിനിമയുടെ അണിയറ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. യോഗ നമ്മെ നയിക്കുന്ന സൂപ്പർ പവർ ആണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. തന്റെ വ്യക്തിജീവിതത്തിൽ യോഗ വരുത്തിയ മാറ്റങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. രാവിലെ 45 മിനിറ്റ് താൻ സ്ഥിരം ചെയ്യുന്ന യോഗ സെഷൻ ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായത്തെ ഒട്ടും ബഹുമാനിക്കാത്ത ആളാണ് താൻ. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം മുതലാണ് ഒരു ആവശ്യമായി തിരിച്ചറിഞ്ഞ് യോഗ ചെയ്തു തുടങ്ങിയത്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന സെഷനാണ് ചെയ്തത്. സ്ഥിരമായി ചെയ്തപ്പോൾ ഞാൻ നല്ല ഫിറ്റായെന്നും അദ്ദേഹം പറഞ്ഞു. വയറൊക്കെ പോവുകയും ചെയ്തു. ജനുവരിയിൽ പനി വന്നതോടുകൂടി ദിനചര്യ പോലെ ചെയ്തിരുന്ന യോഗ ആ ദിവസങ്ങളിൽ മുടങ്ങിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 10 ദിവസം കിടപ്പിലായി പോവുകയും ചെയ്തുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിനുശേഷമാണ് നല്ല വയർ പിന്നീട് വന്നത്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് അത്രയും വലിയ വയർ വെക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. 2 വാക്ക് സംസാരിക്കാനല്ല, 2 പോസ്റ്റേഴ്സ് എങ്കിലും നിങ്ങളുടെ കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാലത്ത് തന്നെ ഒരു ഫുൾ സെഷൻ 45 മിനിറ്റ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ വിഷയം കൊണ്ട് ഒരു കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ മഴയത്ത് നിന്ന്, മഴ നനഞ്ഞുകൊണ്ടല്ല, പക്ഷെ മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അസ്ഥിരതകൾ, പല ജോയിന്റുകളും, പ്രായം ഒട്ടും ബഹുമാനിക്കാത്ത ആളാണ് ഞാൻ. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കി, കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുതൽ യോഗ ചെയ്തു. യോഗ ഡേയിൽ 10th യോഗ ദിവസം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ട് ടേക്ക് ഫോർവേഡ് ഇല്ലായിരുന്നു. ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്കിതൊരു ആവശ്യമാണെന്ന് തോന്നി. ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് കൂട്ടി എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് ഞാൻ നല്ല ഫിറ്റായിരുന്നു. എൻ്റെ വയറൊക്കെ പോയി എല്ലാം ചെയ്തു. ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാൻ ഇത് ചെയ്തു. ജനുവരിയിൽ എനിക്ക് തോന്നുന്നു ഒരു പനി വന്ന സമയത്ത് 10 ദിവസം കിടപ്പിലായി പോയി. ആ സമയത്ത് ഇത് വിട്ടതിന് ശേഷം ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വയർ എനിക്ക് വന്നത് ഈ ഡ്രോപ്പിലാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു 45 മിനിറ്റ് സെഷൻ ആത്മാർത്ഥമായിരിക്കണം എൻ്റെ കൂടെ യോഗ ചെയ്തവരോടെന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ശവാസന വരെ അത് കഴിഞ്ഞുള്ള ഓം ചാണ്ടിങ്ങും എല്ലാം ചെയ്തിട്ട് വന്നതിൻ്റെ ഒരു സുഖം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സുഖമാണ്. ഞാൻ ഒരുപക്ഷെ ഒന്ന് ഓടി പടിയൊക്കെ കയറി വന്നത് ആ ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് കാലത്ത് 45-50 മിനിറ്റ് നേരത്തെ ഒരു പങ്കുചേരൽ കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ആദരണീയനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ he confirmed it, not yoga but giving propaganda to a soul purifier. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാം ആത്മാക്കളെ ശുദ്ധീകരിക്കാനുള്ള ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ പ്രക്രിയയിലായിരിക്കണമെന്ന് പറയുന്ന യോഗ ഒരു ശീലമാക്കാനുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ പ്രചരണം ഒക്കെ ചെയ്തത് ആ മഹാനുഭാവനാണ്. അദ്ദേഹത്തെ ഞാൻ തല വണങ്ങുകയാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ വർഷം ഇറ്റ് ഈസ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഇത് ഓരോ തവണയും ഓരോ വർഷവും പുതിയ ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാഹിക്കാൻ കഴിയുന്നതാണ്. യോഗ ഫോർ വൺ
or all earth and one heaven. This magnanimous idea. This is a very magnanimous idea. യോഗ ശീലമാക്കുക, യോഗ നമ്മളെ നയിക്കുന്ന ശക്തിയാവട്ടെ, നമുക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ പവറായി, സൂപ്പർ പവറായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഒരു 2-3 മിനിറ്റ് നിങ്ങളുടെ കൂടെ പങ്കുചേരുന്നതായിരിക്കും. കാരണം കുറച്ച് ഞാൻ എൻ്റെ പ്രായത്തെയും ബഹുമാനിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പ്രായത്തെ നമ്മൾ ഇൻകൺസിഡറേറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിന് ഒരു മാർഗം കൂടിയാണ്, വലിയൊരു വെപ്പനാണ് യോഗ. ഓക്കെ, യോഗ വാഴുക. രാവിലെ 6:30 കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യോഗ പരിശീലനം ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ കൊച്ചി ബോൾഗാട്ടി പാലസിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബോൾഗാട്ടി പാലസിലെ യോഗാ ദിനാചരണത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തത്. യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിങ്ങളറിയാമല്ലോ, ആമ പതുക്കെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം മുയല് വേഗം ചാടി അതിന്റെ ആയുസ് അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് ആമയെ വളരെ ദീർഘമായിട്ടാണ് ശ്വാസം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു ആദ്യം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കൈയ്യ്, വലത് കൈയ്യ് നെഞ്ചിലേക്ക് വെക്കുക, ഇടത് കൈയ്യ് നമ്മുടെ വയറിലേക്ക് വെക്കുക. ആദ്യം തന്നെ ഭൂമി ദേവിയോട് നമ്മൾ നന്ദി പറയുക. അതേപോലെ തന്നെ ബാക്ക് റൈറ്റില് ആൻഡ് ലെഫ്റ്റ്. അതിനുശേഷം നമുക്കിനി കുറച്ചൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? തിരിച്ചു തിരിച്ചു ശേഷം ഷോൾഡർ റൊട്ടേഷൻ. തിരിച്ചു അടുത്തതായി ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, എൽബോ ജോയിന്റ്. മുഴുവനായിട്ട് എഴുതിയാതെ ആ ഹിപ്പിലേക്ക് മാത്രം ശ്രദ്ധിച്ച് സൈഡ് ഫോർവേഡ്, സൈഡ് ആൻഡ് ബാക്ക്, ആ രീതിയിൽ വളരെ സാവധാനം റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചു ക്ലോക്ക് വൈസ് 3 തവണ, ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം ആങ്കിൾ ജോയിന്റ് റൊട്ടേഷൻ, തിരിച്ചു വരിക. ഇതാണ് താടാസനം. ഇനി നമ്മൾ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക. നമ്മുടെ ഫൈനൽ പൊസിഷനിൽ ശ്വാസം സ്റ്റക്ക് ചെയ്ത് വെക്കുന്ന നോർമൽ ബ്രീതിങ് ആയിരിക്കണം. അപ്പം നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് താടാസനത്തിലേക്ക് പോവാം. ശേഷം ഒരു പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് 5, 4, 3, 2 and 1 slowly exhale and come back. ഞാൻ 10 സെക്കൻഡ് ചെയ്യുന്നില്ല, 5 സെക്കൻഡ് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യും. Inhale up, slowly raise your heels up and focus on final vision നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക. വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. അതിനുശേഷം ഇടത് കാല് ചരിച്ചു വെച്ച് 2 കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ട് മടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു വരിക. ഒന്നുകൂടി ചെയ്യാം. Inhale, stretch,
എക്സേൽ ഡൗൺ. തിരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ അപ്പ്. ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്പം ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. വളരെ സാവധാനം കൈകളുടെ സഹായത്തോടുകൂടി വളരെ സാവധാനം അറിയാതെ തന്നെ നിങ്ങൾ ആ പൊസിഷനിലേക്ക് ഫോർലെഗ് പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് മാർജരാസന, വിത്തലിയാസന, ക്യാറ്റ് ആൻഡ് കൗ പൊസിഷൻ. അപ്പോൾ നമ്മുടെ കാലുകൾ ഒന്ന് അകത്തി വെച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് നടു രണ്ട് നമ്മൾ താഴ്ത്തിയിടുക, തല ഒന്ന് ഒടിച്ചിടുക. അപ്പോൾ നമ്മൾക്ക് സ്പൈനിൻ്റെ ഒരു റിലാക്സേഷൻ, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾക്ക് ഉണ്ടായ സ്ട്രെയിനൊക്കെ ശ്വാസം വായിലൂടെ വിടുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്വാസം വിടുക, ഒന്ന് റിലാക്സ് ആവുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല മാത്രം പൊക്കുക. ഇൻഹേൽ. എത്ര സുഖമാണ് ആ ഒരു സ്ട്രെച്ച്. അതുപോലെ തന്നെ എക്സേൽ ചെയ്തുകൊണ്ട് തല താഴ്ത്തി ബാക്ക് പൊക്കുക. നന്നായിട്ട് ബാക്കിനെ. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തല പൊക്കുക, സ്പൈൻ താഴട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് ബാക്ക് അപ്പ്. എക്സലന്റ്. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ. ഇത് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ആൻഡ് ഇൻഹേൽ ആൻഡ് ലുക്ക് അപ്പ് ആൻഡ് ഭുജംഗാസനം. അപ്പോൾ നമുക്ക് ഭുജംഗാസനം ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാ ഈസി ആയിട്ടുള്ള ഞങ്ങൾ തെറാപ്പിസ്റ്റുകളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി അഡ്വാൻസ് ഒന്നും ചെയ്യേണ്ട, എല്ലാവർക്കും കമിഴ്ന്ന് കിടക്കാം. കമിഴ്ന്ന് കിടക്കണം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരിക്കലും ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല. ശേഷം ആദ്യം നമുക്ക് ബേബി കോബ്ര പോസ് ചെയ്യാം. എല്ലാവരും കൈ എവിടെയാണോ വച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നു. അതിനുശേഷം തല മാത്രം ഉയർത്തുക, ചെസ്റ്റ് അപ്പ് ആൻഡ് ഹെഡ് അപ്പ് ഒള്ളി. അപ്പോൾ ആ കഴുത്തിൻ്റെ അത്രയും ഭാഗത്തുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എക്സേൽ ആൻഡ് പുട്ട് യുവർ ഫോർഹെഡ് ഡൗൺ.